ഗാസയിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും. 2, ഈ റഷ്യ യുക്രൈൻ വാർ എന്ത് ചെയ്യും അറ്റ് എനി കോസ്റ്റ്. പുള്ളി അതിനകത്തില്ല, എനിക്ക് തോന്നുന്നു ഒരു അല്പം ഓവർ കോൺഫിഡന്റ് ആണ്. കാരണം പുടിനുമായിട്ടും ഒക്കെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ചിനപ്പുറത്തായിട്ട് പല ലോക നേതാക്കന്മാരുമായിട്ട് പുള്ളിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ദാറ്റ്സ് ബിക്കോസ് പുള്ളിയുടെ ഒരു ബിസിനസ് ക്ലൗട്ട് കൊണ്ടാണ്. അല്ല, ഒരു കാര്യമുണ്ട്. അതൊരു പക്ക ബിസിനസ്സുകാരനായിട്ടാണ് ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട. കാരണം അയാൾ പക്ക ബിസിനസ്സുകാരൻ, കച്ചവടക്കാരന്. അതെ. അപ്പൊ ഈ യുക്രൈൻ റഷ്യ ഇഷ്യൂന് അതിൽ പുള്ളിക്ക് അങ്ങനെ ഒരു വളരെ കോൺഫിഡന്റ് ആയിരുന്നു നടക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് പ്രയോറിറ്റി കൊടുത്തു. അപ്പൊ ഫെബ്രുവരിയിൽ സെലൻസ്കിയെ മീറ്റ് ചെയ്യുന്നു. അത് നല്ല രീതിയിൽ അവസാനിച്ചില്ല. വീണ്ടും ഓഗസ്റ്റിൽ മീറ്റ് ചെയ്യുകയാണ്. ഓഗസ്റ്റിന് അന്നേരം കുറച്ചുകൂടി ഒരു വാമർ സെഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഒരു പീസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ട്രംപ് പ്ലഡ്ജ് ചെയ്യുന്നു. പിന്നെ സെലൻസ്കി അതിനുവേണ്ടി പിന്നെ ടെറിട്ടോറിയൽ കൺസെഷൻസ് ഒക്കെ പറഞ്ഞ് പ്രഷർ ചെയ്ത് അദ്ദേഹത്തെ ഒരു പരിധിയിൽ കൊണ്ടുവരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുടിനെ മീറ്റ് ചെയ്യും അല്ലെ. പുടിനെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടൈം ലൈൻ എന്ന് പറയും. അല്ല അതിനകത്ത് വേറെ സംഭവമുണ്ട്. ഇൻ ബിറ്റ്വീൻ ഈ സെലൻസ്കിയെ യൂറോപ്യൻ ലീഡേഴ്സ് പോയി കൺവിൻസ് ചെയ്തു, നിങ്ങൾ എങ്ങനെയാണ് ട്രംപിനെ ഡീൽ ചെയ്യേണ്ടത്.